ധർമ്മസ്ഥലയിൽ ഇന്നലെ ലഭിച്ച അസ്ഥിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ SIT-യിൽ ആശയക്കുഴപ്പം. പുതിയ മൃതദേഹം ആയതിനാൽ അന്വേഷണ പരിധിയിൽ വരില്ല എന്ന് SIT. ധർമ്മസ്ഥല പോലീസ് അന്വേഷിക്കട്ടെ എന്ന നിലപാടിലാണ് SIT ഉള്ളത്. അതേസമയം ധർമ്മസ്ഥലയിലെ 11-ാം പോയിന്റിൽ തെരച്ചിൽ ആരംഭിച്ചു. സാക്ഷിയെ സ്ഥലത്തെത്തിച്ചു. വിവരങ്ങളുമായി സരീഷ് PK ആണ് ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുന്നത്. സരീഷ്, ഇന്നലെ കിട്ടിയ മൃതദേഹത്തിന്റെ കാര്യത്തിലാണ് ഈ ആശയക്കുഴപ്പം ഉള്ളത്, മൃതദേഹ അവശിഷ്ടത്തിന്റെ കാര്യത്തിൽ. നേരത്തെ കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? എന്താണ് ധർമ്മസ്ഥലയിൽ ഏറ്റവും ഒടുവിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ സരീഷ്? ഇന്ന് പതിവ് പോലെ ആദ്യം തന്നെ 11-ാം പോയിന്റിലാണ്, ഇന്നലെ പരിശോധിക്കേണ്ടിയിരുന്ന 11-ാം പോയിന്റിലാണ് ഇന്ന് രാവിലെ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സാക്ഷിയുമായി അന്വേഷണ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ റോഡിൽ നിന്ന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഇവിടെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നലെ എത്തിയ അന്വേഷണ സംഘം നേരെ ഇതിന് മുകളിലുള്ള പോയിന്റിലേക്ക് പോവുകയായിരുന്നു. അത് നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റല്ല, പക്ഷേ അവിടേക്ക് പോവുകയും അവിടെ നിന്നാണ് ഇന്നലെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ 50-നും 100-നും ഇടയിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ തന്നെ അതൊരു പുരുഷൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ അപ്പോഴും ചില സംശയങ്ങളുണ്ട്. കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥിഭാഗങ്ങൾ അവിടെ നിന്നും ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ ഒന്ന്, അതായത് ഈ പുരുഷൻ്റേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോയ മൃതദേഹം, അതിന് വലിയ കാലപ്പഴക്കമില്ല. അത് ഒരുപക്ഷെ 1.5-2 വർഷത്തിനുള്ളിൽ നടന്ന മരണമാകാം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉള്ളത്. പ്രാഥമിക വിവരമായി അവർ പറയുന്നത് ഇതൊരു ആത്മഹത്യയാകാം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം ഈ SIT-യിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ SIT ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ഈ നേരത്തെ ഈ സാക്ഷി പറഞ്ഞ ഇല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായാണ്. അങ്ങനെയെങ്കിൽ ഈ 98-നും 2014-നും ഇടയിൽ നടന്ന അദ്ദേഹം തന്നെ കുഴിച്ചു മൂടിയ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് SIT-ക്ക് മുന്നിലുള്ള അന്വേഷണ ചുമതല. അതിനിടയിലാണ് ഈ അധികം പഴക്കമില്ലാത്ത മൃതദേഹം കൂടി ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ അന്വേഷണം ഈ ധർമ്മസ്ഥല പോലീസിന് കൈമാറണം എന്നുള്ളതാണ് SIT-യുടെ തീരുമാനം. പക്ഷേ ഇന്നലെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുമ്പോൾ ധർമ്മസ്ഥലയിലെ പോലീസുകാരോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നടപടിയും മഹസർ നടപടിയും ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ചത് ഈ SIT ടീം അംഗങ്ങൾ തന്നെയാണ്. പക്ഷേ മജിസ്ട്രേറ്റിൻ്റെ ചുമതല കൂടിയുള്ള സ്റ്റെല്ല തോമസ്, റവന്യൂ കമ്മീഷണർ, ഇതിനെ മഹസറിൽ അവരുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികതയില്ല. ഈ അന്വേഷണം ഈ ധർമ്മസ്ഥല പോലീസിന് തന്നെ നടത്താം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ, അതായത് ഈ ശരീരാവശിഷ്ടങ്ങളിൽ കൂടുതലുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുടേതാണ് ഇത് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും അത് SIT തന്നെ അന്വേഷിക്കേണ്ടി വരും. കാരണം ഈ പരാതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത കേസായതുകൊണ്ട് തന്നെ SIT ആ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. എന്തായാലും അതിലൊരു വ്യക്തത, ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അസ്ഥികളെല്ലാം തന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫോറൻസിക് സയൻസ് ലാബിലായിരിക്കും ഈ പരിശോധന നടത്തുക. കഴിഞ്ഞ 6-ാം നമ്പർ സ്പോട്ടിൽ ലഭിച്ച അസ്ഥികളും ഈ അവിടേക്ക് അയച്ചിരുന്നു. അതന്ന് പുരുഷൻ്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും പക്ഷേ കാലപ്പഴക്കം, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, എങ്ങനെയാണ് മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 11, 12, 13 പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. ആ 11-ാം പോയിന്റിലാണ് ഇപ്പോൾ ഈ കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത്. JCB ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ അവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെയായിരിക്കും ഇന്നത്തെ പരിശോധന. അല്ലെങ്കിൽ 11, 12 പോയിന്റുകൾ ഇന്ന് പരിശോധിക്കുക. 13-ാം പോയിന്റ്, ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളുണ്ട് എന്ന് സാക്ഷി ആവർത്തിച്ച് പറയുന്നത് ഈ 13-ാമത്തെ പോയിന്റിലാണ്. സ്വാഭാവികമായും അവിടെ വളരെ ആഴത്തിലുള്ള കുഴിയെടുത്തുള്ള പരിശോധനകൾ നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നാളെയായിരിക്കും ആ പരിശോധന നടക്കുക. എന്തായാലും ഈ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിലാണ് ഇന്ന് എന്തായാലും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സരീഷ് PK ആണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.